ഒരാൾ 5000 വർഷത്തെ ചരിത്രം പറയുമ്പോൾ വേറൊരാൾ പറഞ്ഞത് ഞാൻ 10000 വർഷത്തെ ചരിത്രം പറയാം, പണ്ട് ഇങ്ങനെയായിരുന്നു നിനക്കറിയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ലോകമാണ് നമുക്ക് തുറന്നു തന്നത്. പക്ഷേ അതിനകത്തൂടെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ 99% ആൾക്കാരും ഇതുകൊണ്ട് ഡാമേജ് ഉണ്ടാകുന്നതല്ലാതെ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആൾക്കാരുമായിട്ട് രാഷ്ട്രീയവും പറഞ്ഞ് മതവും പറഞ്ഞുള്ള സൗഹൃദം കളയുന്നവരെയാണ് നമ്മൾ 99% ആൾക്കാരെയും കാണുന്നത്. അതേ സ്ഥാനത്ത് 1% ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കൊച്ചു കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ എന്തെല്ലാം അത്ഭുതങ്ങൾ നടത്തുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അവരേതെല്ലാം നേരയിൽ അവരുടെ കഴിവുകൾ പുറത്തെടുത്ത് അവർ വിജയിക്കുന്നു. അത് സ്ഥാനത്ത് ബാക്കിയുള്ള ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ സുഹൃത്തുക്കളോട് ജാതിയും മതം ഒരിക്കലും തീരുമാനമില്ലാത്ത കാര്യം പറഞ്ഞു, അതായത് ജാതിയും മതമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിൽക്കും. ഒരാൾ 5000 വർഷത്തെ ചരിത്രം പറയുമ്പം വേറൊരാൾ പറഞ്ഞത് ഞാൻ 10000 വർഷത്തെ ചരിത്രം പറയാം, പണ്ട് ഇങ്ങനെയായിരുന്നു നിനക്കറിയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ബന്ധവും നമ്മുടെ എനർജി മുഴുവൻ ഫോക്കസ് മുഴുവൻ പോയിട്ട് നമുക്ക് ഹാപ്പിയായിട്ട് ജീവിതം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കുക.